ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. സത്യത്തിൻ്റെ പാതയിൽ നടത്തുന്ന ആത്മാവുണ്ടെന്ന് വചനം പറയുന്നു. അസത്യത്തിലേക്ക് നയിക്കുന്ന ആത്മാവുമുണ്ട്. സത്യത്തിൻ്റെ ആത്മാവ് ഏതാണെന്ന് വിവേചിച്ച് ആ ആത്മാവിനെ അനുസരിക്കുന്നതാണ് നമ്മുടെ വിജയത്തിനുള്ള അടിസ്ഥാനം. സത്യത്തിൻ്റെ ആത്മാവിനെ എങ്ങനെ മനസ്സിലാക്കാം? ബഹുമാന്യമായ ജീവിതത്തിന് പ്രേരണ തരുന്നത് സത്യത്തിൻ്റെ ആത്മാവായിരിക്കും. ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിലെ സുഖജീവിതം ത്യജിച്ച് ഇസ്രായേലിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് അടിമത്വത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ മോശയെ പ്രേരിപ്പിച്ചത് സത്യത്തിൻ്റെ ആത്മാവായിരുന്നു. ത്യാഗജീവിതത്തിനുള്ള വിളിയായിരുന്നു അത്. എന്നാൽ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ബിലയാമിനെ പ്രേരിപ്പിച്ചത് അസത്യത്തിൻ്റെ ആത്മാവായിരുന്നു. ഉത്തമമായ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടി ജീവിക്കുവാൻ പ്രേരണ തരുന്നത് സത്യത്തിൻ്റെ ആത്മാവാണ്. ഈ ആത്മാവിനെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് അനുരൂപമാകും. ആത്മാക്കളെ തിരിച്ചറിയുവാൻ പ്രയാസം തോന്നുന്ന അവസരങ്ങളുണ്ടാകും. ഒരു സ്ഥാനത്തിനും ജോലിക്കും സേവനത്തിനുമായി സത്യത്തിൻ്റെ ആത്മാവിൽ നിന്നും അസത്യത്തിൻ്റെ ആത്മാവിൽ നിന്നും ക്ഷണം ലഭിക്കും. യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ പുരോഹിതവൃത്തി തിരഞ്ഞെടുക്കുന്നത് സത്യത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ സത്യത്തിൻ്റെ നടത്തിപ്പല്ല. പണം സമ്പാദിക്കുവാനുള്ള മാർഗമായി വൈദ്യനാകുവാൻ അസത്യത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കും. കഷ്ടപ്പെടുന്നവരെ ശുശ്രൂഷിക്കുവാനായി വൈദ്യനാകുന്നത് സത്യാത്മാവിൻ്റെ പ്രേരണയുടെ ഫലമാണ്. നമുക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങൾ ഏതാത്മാവിൽ നിന്ന് എന്ന് വിവേചിച്ച് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. ഏതു പ്രചോദനത്തിൻ്റെയും പിന്നിൽ ഒരാത്മാവുണ്ട്. ഏതാത്മാവെന്ന് നാം വിവേചിക്കണം. യോഹന്നാൻ 16:13. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.